സ്മോക്കിംഗ് ചെയ്യുന്ന വിധമാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. ബേബിയുടെ ചെസ്റ്റ് മെഷർമെൻറ്റിൻ്റെ 3 times വിഡ്ത്ത് എടുക്കണം ക്ലോത്ത്. എന്നാൽ മാത്രമേ സ്മോക്കിംഗ് ചെയ്താൽ ശരിയാവുകയുള്ളൂ. സ്മോക്കിംഗ് ബേബി ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ 2 മാസം മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അന്ന് വീഡിയോ ലോങ് ആയി പോകുന്നതുകൊണ്ട് ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് വിധം മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു സ്മോക്കിംഗ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാമെന്ന്. അപ്പോൾ പലരും ഇപ്പോൾ കമൻറ്റിലൂടെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ക്ലോത്ത് ഡോട്ട്സ് ഇട്ട് പ്ലീറ്റ്സ് ഇട്ട് വെക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്ത് ഹണികോം സ്മോക്കിംഗ് ചെയ്തതിൽ ഞാൻ ക്ലിയറായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു പുതിയ കാര്യം കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. പ്ലീറ്ററിൽ പ്ലീറ്റ്സ് ഇട്ടിട്ട് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാമല്ലോ. പ്ലീറ്റർ മെഷീനിലാണ് ഞാൻ പ്ലീറ്റ്സ് ഇടുന്നത്. ഇതതിന് ശേഷം ഇതിങ്ങനെ വലിച്ചു കൊടുക്കണം. എത്ര ലൈൻസ് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് പ്ലീറ്റ്സ് ഇടാൻ പറ്റും. ഇത് പ്രൊഫഷനായിട്ട് ഉപയോഗിക്കുന്നവർക്ക് മെഷീൻ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയാണ്. ഇനി സ്മോക്കിംഗ് ചെയ്യുന്നത് കാണിച്ചു തരാം. പിങ്ക് ക്ലോത്തിലായതുകൊണ്ട് ഞാൻ 2 ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. പിങ്കിൻ്റെ ഒന്ന് ലൈറ്റും ഒന്ന് കുറച്ചൊരു ഡാർക്കും എടുത്തിട്ടുണ്ട്. ഞാൻ 3 നൂല് ആണ് ഒന്നിച്ച് എടുത്തിട്ടുള്ളത്, കുറച്ച് തിക്നെസ് വേണ്ടതുകൊണ്ട്. ഇനി സ്മോക്കിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് കേബിൾ സ്റ്റിച്ചാണ്. അത് അടിയിൽ നിന്ന് കുത്തി ഈ അടുത്തുള്ള ഇതിപ്പം മുകളിൽ. ഇനി അതേ സ്ഥലത്ത് തന്നെ അടുത്ത പ്ലീറ്റ്സ് ഇതേപോലെ ഇത് കണ്ട ഇതേപോലെ ഒന്ന് മുകളിലോട്ട് ഒന്ന് താഴെ പിന്നെ മേലെ താഴെ അങ്ങനെ ഇതേപോലെ. ഇത് ഇവിടുന്ന് താഴേക്ക്, പിന്നെ ഈ നൂല് മുകളിൽ. ഇത് നെക്കിന്
എല്ലാം നെക്കിൻ്റെ ചുറ്റുമെല്ലാം ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റിച്ച് ഇതാണ്. ഇത് ഫുള്ളിനി ഈ സ്റ്റിച്ച് തന്നെ ചെയ്യുക. ഇത് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ? ഇനി ഈ ലൈൻ മുഴുവൻ ഇതാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, രണ്ട് സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യണമല്ലോ ഡ്രസ്സ്. അപ്പോൾ ഒരു 3/4 അല്ലെങ്കിൽ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം സ്മോക്കിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇനി സെക്കൻഡ് സ്റ്റിച്ചാണ്. അതും ഇവിടുന്ന് തന്നെ അടിയിൽ നിന്ന് തന്നെ കുത്തി മുകളിൽ. ഞാൻ കുറച്ച് ഡാർക്ക് നൂലാണ് ഇപ്പോൾ ഇതിനെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇത് ചേർത്ത് ഇനി ഇതിൻ്റെ ഇത് 1 2 1 2 ഇനി 3ൻ്റെ മിഡിൽ ഇതിന് മുകളിലേക്കാണ് പോകുന്നത്. ഇനി ഈ സെക്കൻഡ് റോയിൽ ഇത് നൂല് പാസ് ചെയ്തത് കാണുന്നില്ലേ അവിടെ? ഇനി ഇവിടുന്ന് ഇടത്തേക്ക് എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് വരേണ്ടത്. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇതിൻ്റെ മേലോട്ട് പോയതുപോലെ തന്നെ താഴോട്ടേക്കും ഇങ്ങനെ തന്നെ. ഇനി ഇവിടുന്ന് ഇടാം. നേരത്തെ ആ റോയിൽ തന്നെ 3rd റോയിൽ എത്തി. ഇനി ഇവിടുന്ന് ഇനി വീണ്ടും മുകളിലേക്ക് ഇതിൻ്റെ ഹാഫ് കണ്ടിട്ട് രണ്ടിൻ്റെയും നടുവിൽ. നെക്സ്റ്റ് പ്ലീറ്റിൻ്റെയാണ്. ഇനി ടോപ്പിൽ താഴത്തേക്ക് വരുമ്പോൾ രണ്ടിൻ്റെ ഇടയിലുള്ള നടുക്ക് മിഡിൽ ഇതേപോലെ. ഇത് നിങ്ങൾക്ക് ഒരു ലേശം കൂടി കുറച്ചും കൂടി ചെയ്തിട്ട് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു 2-3 സ്ഥലം ചെയ്തിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. അന്നേരം നിങ്ങൾക്ക് ഇതിൻ്റെ മെത്തേഡ് മനസ്സിലാവും. അത് ചെയ്ത് വീണ്ടും ഒരേ ലൈനിൽ പ്ലീറ്റ്സുമേൽ കുത്താൻ പാടില്ല. ഒരു പ്ലീറ്റ്സ് ചെയ്ത് പിന്നെ നെക്സ്റ്റ് വരുന്നത് അടുത്ത പ്ലീറ്റ്സുമേലാണ്. ഞാൻ കുറച്ച് ഡാർക്ക് നൂലിട്ടത് കൊണ്ട് വേഗം മനസ്സിലാവും.
ഇനി ടോപ്പിലെത്തുമ്പോൾ ഇതേപോലെ തന്നെ ഇത് തന്നെ ഇങ്ങനത്തെ ഓളം റിപ്പീറ്റ് ചെയ്യുക, ഈ റോ ഫുള്ള്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇത് ഇതേപോലെ ഇങ്ങനെയാണ് ഡ്രസ്സ്. ഈ പ്ലീറ്റ്സ് അയച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. സെക്കൻഡ് സ്റ്റിച്ച് ഒരു റോ കഴിഞ്ഞു, ഒരു റോ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതേപോലെയാണ് ഉണ്ടാവുക. ഇനി ഇവിടുന്ന് താഴത്തേക്കാണ് വേണ്ടത്. ഇപ്പം ആദ്യം സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ സ്ഥലത്ത് തന്നെ അടിയിൽ നിന്ന് നൂല് മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ആദ്യം എടുത്ത സ്ഥലത്ത് തന്നെ ഒരു ഡയമണ്ട് പോലെ വരും, നൂല് മേലേക്കായിരിക്കണം. ഇനി ഇതിൻ്റെ മിഡിൽ ഇങ്ങോട്ട് വരുമ്പോൾ നൂല് താഴത്തേക്കാക്കണം. ഇതേപോലെ ഇതിൻ്റെ മിഡിൽ ഈ ടോപ്പിൽ നേരെല്ലാം നൂല് താഴോട്ടാണ്. ഇനി എത്തുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നൂല് ടോപ്പിലേക്കാക്കണം. ഇത് കണ്ടില്ലേ, ഡയമണ്ട് ആയിട്ട് വരും. ഇതിപ്പോൾ ഇനി നൂല് താഴത്തേക്ക്. ഇനി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. കണ്ടില്ല, ഇനി ഇവിടെയെല്ലാം ഇതേപോലെ ചെയ്തിട്ട് കാണിച്ചു തരാം. സ്മോക്കിംഗ് ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ ചെയ്യുമ്പോൾ പ്ലീറ്റ്സ് ഒന്നും മാറിപ്പോകാൻ പാടില്ല. എന്നുവെച്ചാൽ എല്ലാം ഒരേപോലെ വേണ്ടതാണ്. സ്മോക്കിംഗ് ചെയ്തു കഴിഞ്ഞു. പ്ലീറ്റ്സ് ഇട്ട നൂലൊക്കെ അഴിച്ചു മാറ്റി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.